RDX അടുത്ത വിഷയത്തിലേക്ക്. ശശി തരൂർ രണ്ട് വിധമാണ് കഴിഞ്ഞ കുറേ നാളായി കോൺഗ്രസിന് തലവേദനയാകുന്നത്. തിരുത്തിയും തിരുത്താതെയും. കോൺഗ്രസ് നയത്തിന് ഘടകവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തും. കേരള സർക്കാരുകളെ പറ്റി നല്ലത് പറയും. ചിലപ്പോൾ വാഴ്ത്തിയെന്നും വരും. കോൺഗ്രസ് നേതൃത്വം ഇടയും തിരുത്താൻ പറയും. തരൂർ തിരുത്തില്ല. പറഞ്ഞത് സ്വതന്ത്ര അഭിപ്രായമാണ്. പാർട്ടിയുടെ അഭിപ്രായം മറ്റൊന്നാണെങ്കിലും തനിക്കൊന്നുമില്ല. ഇന്ന് തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കിയത് സ്വയം തിരുത്തിയാണ്. മോദിയെ വിമർശിച്ച് മുമ്പ് പറഞ്ഞ സ്വന്തം അഭിപ്രായം ശശി തരൂർ വിഴുങ്ങിയിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയമാണ് കൃത്യം. അന്ന് താൻ ഉയർത്തിയ വിമർശനം തെറ്റിപ്പോയി. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുണ്ടായ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പാണ് തരൂരിന്റെ വക കോൺഗ്രസിന് അടുത്ത ഷോക്ക് ട്രീറ്റ്മെന്റ്. വലിയ അറിവും ജനസ്വീകാര്യതയുമുള്ള നേതാവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ വശം കെടുകയാണ് കോൺഗ്രസ്. തരൂരിന്റെ യു ടേൺ കാണാം 59 സെക്കൻഡിൽ. ഇത്തവണ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ അനുകൂലിച്ചാണ് ശശി തരൂരിന്റെ പരാമർശം. വ്ളാദിമിർ പുടിനും സെലൻസ്കിക്കും ഒരുപോലെ യോജിക്കാനാകുന്ന പ്രധാനമന്ത്രിയാണ് മോദി. ഇന്ത്യയുടെ റഷ്യ യുക്രൈൻ യുദ്ധസമയത്തെ നിലപാടിനെ എതിർത്തത് തെറ്റായിപ്പോയെന്ന് തനിക്കിപ്പോൾ തോന്നുന്നു. റഷ്യയുമായും യുക്രൈനുമായും ശത്രുതയില്ലാതെ ഇടപഴകാൻ കഴിയുന്ന നിലയിലെത്തിച്ചത് ഇന്ത്യയുടെ സന്തുലിത നയതന്ത്രമാണ്. ഇങ്ങനെ പോയി റൈസീന ഡയലോഗ്സിലെ തരൂരിന്റെ മോദി സ്തുതി. It does look like I'm the one with egg on my face because clearly the policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow. ഭാരതീയനാണെന്നും പ്രശംസയിൽ രാഷ്ട്രീയം കാണരുതെന്നുമാണ് നിലപാട്. പ്രശംസ BJPയും ഏറ്റെടുത്തു. എക്സിൽ തരൂരിന് കെ സുരേന്ദ്രന്റെ പ്രശംസ. LDF കാലത്ത് കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെട്ടുവെന്ന തരൂരിന്റെ പ്രസ്താവന കോൺഗ്രസിനുണ്ടാക്കിയ തലവേദന ചെറുതല്ലായിരുന്നു. തരൂരിന്റെ മോദി സ്തുതിയും ഇതാദ്യമല്ല. നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരൂരിനോടുള്ള കോൺഗ്രസ് സമീപനം എന്താണെന്നാണ് ഇനി അറിയേണ്ടത്. RDX റാപ്പ് ന്യൂസ് മലയാളം. സരീഷ്, എന്താണ് തരൂരിൻ്റെ പദ്ധതി എന്നതാണ് നമുക്ക് വളരെ വേഗത്തിൽ നോക്കിപ്പോകേണ്ടത്. നേരത്തെ എന്താണ് തരൂർ പറഞ്ഞത് എന്ന് നോക്കിപ്പോയാൽ കുറേ കാലമായി തരൂർ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു കോൺഗ്രസിന് എന്നത് വ്യക്തമാകും. 2022 ഫെബ്രുവരിയിൽ പാർലമെന്റിൽ നരേന്ദ്രമോദിക്കെതിരെ ശശി തരൂർ ആഞ്ഞടിച്ചിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിലപാട് സ്വീകരിക്കുന്നില്ല, സർക്കാരിൻ്റെ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു തരൂരിൻ്റെ വാദം. ഇരു രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായി സംസാരിച്ചതല്ലാതെ മോദി ഒന്നും ചെയ്തില്ല. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതും ശരിയല്ല എന്നായിരുന്നു ശശി തരൂരിൻ്റെ വാദം. എന്നാൽ ഇന്ന് പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം. അന്ന് താൻ സ്വീകരിച്ച നിലപാട് തെറ്റായിപ്പോയി എന്നാണ് തരൂർ പറഞ്ഞത്. എതിർത്തത് അബദ്ധമായിപ്പോയി. മോദി ഉയർത്തിയ നയമാണ് ശരി. ഇന്ന് മോദി റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനായ നേതാവാണ്. രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തിയ നയതന്ത്രമാണ് നരേന്ദ്രമോദിയുടേത് എന്നുകൂടി ശശി തരൂർ പറഞ്ഞു വയ്ക്കുന്നു. ഐ ആം സ്റ്റിൽ വൈപ്പിംഗ് ദ എഗ് ഓഫ് മൈ ഫേസ് എന്ന് തരൂരിൻ്റെ മാറിയ അഭിപ്രായം കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമാണ് എന്നതുകൂടിയാണ് ഇപ്പോഴത്തെ പ്രശ്നം. മോദി വാഴ്ത്തിയത് ആദ്യമായല്ല ശശി തരൂർ നടത്തുന്നത് എന്ന വസ്തുത കൂടിയുണ്ട്. ട്രംപുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് മോദിയെ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ശശി തരൂർ മുമ്പ്. കുടിയേറ്റ വിഷയത്തിൽ ട്രംപിനോട് ശക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം എന്നാണ് ശശി തരൂർ പറഞ്ഞത്. ഇന്ത്യയിലെ ജനങ്ങളെ അപമാനിച്ചയക്കുന്നതിന് കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ടാകാം എന്നും ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അടച്ചിട്ട മുറിയിൽ പറഞ്ഞത് എന്താണെന്ന് അറിയില്ലെങ്കിലും അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാം എന്ന് താൻ കരുതുന്നു എന്നാണ് ട്രംപ് മോദി കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ പറഞ്ഞത്. ഇനി പിണറായി സർക്കാരിനും സ്തുതി ഉണ്ടായിരുന്നു. അത് കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കിയതാണ്. സുസ്ഥിര വളർച്ചയിലും സംരംഭക മുന്നേറ്റത്തിലും കേരളം മാതൃകയാണ്. സ്റ്റാർട്ടപ്പ് രംഗത്ത് 254% വാർഷിക വളർച്ച കൈവരിച്ചത് അസാധാരണമാണ്. സംരംഭകർക്കുള്ള അനുമതികൾ അവിശ്വസനീയമായ വേഗത്തിൽ നൽകുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സർവേയിലെ 1ാം സ്ഥാനം വലിയ നേട്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ഈ അഭിപ്രായം തിരുത്താൻ കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. പക്ഷെ പറഞ്ഞത് ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് എന്ന് ആണ് തരൂർ അപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തരൂർ അത് തിരുത്താനും തയ്യാറായില്ല. കോൺഗ്രസ് വേ തരൂർ റേ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നീതി ആയോഗ് ആരോഗ്യ സൂചികയിൽ കേരളം മുന്നിലെത്തിയതിലും തരൂരിൻ്റെ വക പ്രശംസയുണ്ടായിരുന്നു. ആരോഗ്യമേഖലയിൽ ഉത്തർപ്രദേശ് കേരളത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കണം എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. UDF MPമാർ റെയിൽ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ഒപ്പുവയ്ക്കാനും ശശി തരൂർ തയ്യാറായില്ല. കേരളയിൽ സംസ്ഥാനത്തിന് വേണ്ടതാണ് എന്ന നിലപാടാണ് ആ ഘട്ടത്തിൽ ശശി തരൂർ സ്വീകരിച്ചത്. വിവിധ വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാടിനൊപ്പമല്ല ശശി തരൂർ എന്ന പ്രശ്നമുണ്ട്. സംസ്ഥാനത്തും കേന്ദ്രത്തിലും കോൺഗ്രസിനെ പലവട്ടം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ശശി തരൂർ. നേരത്തെ മോദിയെ പുകഴ്ത്തിയതിൽ ഹൈക്കമാൻഡിൻ്റെ താക്കീതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി വിരുദ്ധരുമായി
സംസാരിക്കരുതെന്ന് ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ആവശ്യപ്പെട്ടതുമാണ്. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം വീണ്ടും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നടപടി പ്രായോഗികമല്ല, അദ്ദേഹത്തിനെതിരെ സംസ്ഥാന നേതൃത്വം മറുപടി പറഞ്ഞ പ്രശ്നം വലുതാക്കരുത് എന്നൊക്കെയാണ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തെ ഉപദേശിച്ചത്. പ്രതിഷേധത്തിന് ഇറങ്ങിയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെയൊക്കെ മയപ്പെടുത്തി പിന്തിരിപ്പിക്കുകയാണ് നേതാക്കൾ ചെയ്തത്. തരൂർ എതിർപാളയത്തിൽ എത്തിയാൽ കൂടുതൽ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ തരൂരിനെതിരെ ശക്തമായ ഒരു നടപടിയും പ്രായോഗികമല്ല എന്ന ബുദ്ധിമുട്ടും കോൺഗ്രസ് നേരിടുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യം ആയുധമാക്കിയിരിക്കുകയാണ് BJP എന്നതാണ് മറ്റൊരു വസ്തുത. മോദിയെ പ്രശംസിച്ച തരൂരിനെ പുകഴ്ത്തി കെ സുരേന്ദ്രൻ, BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്തെത്തി ആത്മാർത്ഥതയെ അഭിനന്ദിക്കുകയാണ്. മറ്റ് കോൺഗ്രസുകാരിൽ നിന്ന് ശശി തരൂർ വ്യത്യസ്തനാണ് എന്നൊക്കെ സുരേന്ദ്രൻ പുകഴ്ത്തുന്നു. ഇന്ത്യയുടെ ആഗോള ഉയർച്ച തരൂർ കാണുന്നുണ്ട് എന്നുകൂടിയാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ തരൂരിൻ്റെ അഭിപ്രായം വ്യാപകമായി BJP പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അനുകൂല പരാമർശങ്ങൾ പ്രചാരണ വിഷയമാക്കി LDFും നേരത്തെ രംഗത്തെത്തിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. തരൂർ കേരളത്തെപ്പറ്റി പറഞ്ഞത് വസ്തുതകൾ അടിസ്ഥാനമാക്കിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും നേരത്തെ പറഞ്ഞിരുന്നു. നാടിൻ്റെ താല്പര്യങ്ങളാണ് തരൂർ പറഞ്ഞത് എന്നാണ് P. രാജീവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. വ്യവസായ വികസനം നന്നായി അവതരിപ്പിക്കാനായി എന്ന് MV ഗോവിന്ദൻ മാസ്റ്ററും പറയുന്ന സ്ഥിതി ഉണ്ടായി. തരൂരിൻ്റെ വഴി യഥാർത്ഥത്തിൽ എന്താണ് എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്നത്. അതെന്താണ് എന്നുള്ളത് നോക്കാം. CPIMനും BJPക്കും യോജിക്കാനാകുന്ന പ്രസ്താവനകൾ രാഷ്ട്രീയ പ്രേരിതമല്ല. തൻ്റെ അഭിപ്രായങ്ങളെന്ന നിലപാട് എല്ലാത്തിലും രാഷ്ട്രീയം കാണുകയല്ല തൻ്റെ രീതി എന്നും തരൂർ ആവർത്തിക്കുന്നു. ലക്ഷ്യമിടുന്നത് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയാതീത സ്വീകാര്യതയാണ് എന്നതാണ് വാസ്തവം. പാർട്ടിക്ക് അതീതമായ സ്വീകാര്യത പാർട്ടിക്കുള്ളിലെ വിലപേശൽ ശേഷി കൂട്ടും എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം തരൂരിന് വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനാവുക. സനീഷ, എങ്ങനെയാണ് തരൂരിൻ്റെ ഇപ്പോഴത്തെ നിലപാടിനെ കാണുന്നത്? ഇതിനകത്ത് ഹർഷനി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുക എന്നതൊരു പുതിയ കാര്യമൊന്നുമല്ല. ആളുകളെല്ലാവരും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി ആദ്യകാലത്ത് മോദി നേരിട്ട എതിർപ്പുകൾ ഇപ്പോൾ അദ്ദേഹം നേരിടുന്നില്ല. അദ്ദേഹത്തെ വലിയ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ട് മാറിയിട്ട് പരസ്യമായിട്ട് പുകഴ്ത്തുന്നത് കുറേയേറെ കാലത്ത് നമ്മൾ കാണുന്നതാണ്. ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹത്തെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം, ശശി തരൂരുമായി ബന്ധപ്പെട്ടൊരു കാര്യം നോക്കിയുള്ള പ്രശ്നം, ഏതൊരു രാഷ്ട്രീയക്കാരനും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് രാഷ്ട്രീയ അഭിപ്രായ സ്ഥിരതയാണ്. സ്വപ്രത്യയ സ്ഥൈര്യം എന്നൊക്കെ പറയും. കൺസിസ്റ്റൻസി, അഭിപ്രായത്തിലെ കൺസിസ്റ്റൻസി. ഈ ശശി തരൂരിന് അതില്ല. ശശി തരൂർ ഇന്ന് ഇപ്പോൾ അദ്ദേഹം പുകഴ്ത്തിയത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിനു മുമ്പ് അദ്ദേഹം ഇതേ വിഷയത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞായിരുന്നു. അപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോഴേക്കും അദ്ദേഹം അഭിപ്രായം അങ്ങോട്ട് മാറ്റുകയാണ്. അങ്ങനെ അഭിപ്രായം മാറ്റുന്ന രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് ഒട്ടും ഗുണകരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല. അഭിപ്രായം മാറ്റാം, എങ്ങനെ ഒരു അഭിപ്രായം ഇരുമ്പലൊക്കെ ഒന്നുമില്ല, അഭിപ്രായത്തിൽ പിടിച്ചു നിൽക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയം നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ രാഷ്ട്രീയത്തിനെതിരാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ നരേന്ദ്രമോദിക്കെതിരാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ തന്നെ നേരത്തെ എതിർത്തതാണ്. പക്ഷേ നേരെ വന്നിട്ടിപ്പോൾ പ്ലേറ്റ് മാറ്റിയിട്ട് യാതൊരു ചമ്മലുമില്ല, അതായത് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം വെക്കാതെ എനിക്കിപ്പോൾ അഭിപ്രായം മാറ്റാൻ തോന്നുന്നു എന്ന് പറയുകയാണ്. നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിലും അങ്ങനെയുണ്ട്. അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറേ നേരം പിടിച്ചു നിന്നു. എന്നിട്ട് പിന്നീട് മറ്റൊരു ഡാറ്റ കിട്ടിയപ്പോൾ അദ്ദേഹം മലക്കം പറഞ്ഞു. ഡാറ്റ നേരത്തെ എവിടെയുള്ളതാണ്, ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന ഡാറ്റകളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ശശി തരൂർ ആദ്യം വന്ന് വളരെ ശക്തമായിട്ട് അനുകൂലിക്കുക, പിന്നീട് ആ അഭിപ്രായത്തിൽ മാറുക. അപ്പോൾ നേരത്തെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇദ്ദേഹവും കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഇദ്ദേഹം വന്നാൽ കുറെ കൂടെ നന്നാവില്ലേ എന്ന് വിചാരിച്ച കുറേ ആളുകളുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ ജൈവികമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുള്ള വളരെ കൃത്യമായിട്ട് അവരവരുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ് മുൻപോട്ട് വരേണ്ടത്. യഥാർത്ഥത്തിൽ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ വലുപ്പം ഓരോ തവണയും കുറച്ച് സ്വയം കൊണ്ടുവരികയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എൻ്റെ അഭിപ്രായം മാറ്റാൻ എനിക്ക് അവകാശമുണ്ട്. പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ ഞാനങ്ങ് അഭിപ്രായം മാറ്റുകയാണ്. ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കാര്യങ്ങൾ കാണുന്നതാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ കാണുക എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതിയില്ല. അതായത് നിങ്ങൾ രാഷ്ട്രീയ നേതാവായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടാകേണ്ടതുണ്ട്. ആ അഭിപ്രായം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകളെ പറ്റിയിട്ടും രാഷ്ട്രീയത്തെ പറ്റിയും മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും ഗുണകരമായിട്ടുള്ള ഒരു ചിത്രമല്ല യഥാർത്ഥത്തിൽ ഒരു നേതാവിനെ കുറിച്ച് പുറത്തേക്ക് നൽകുക. വ്യക്തിപരമായിട്ട് ആളുകളെ പുകഴ്ത്തുകയും വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ പരസ്യമായിട്ട് പറഞ്ഞ അതേ വിഷയത്തിൽ, അതായത് നരേന്ദ്രമോദിയെ പുകഴ്ത്തുക എന്നതല്ല, പറഞ്ഞ അതേ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ നിലപാടിന്ന് ഇങ്ങോട്ട് മാറുക, ഒരു കാറ്റടിച്ചാൽ അങ്ങോട്ട് മാറുക, ഒരു കാറ്റടിച്ചാൽ ഇങ്ങോട്ട് മാറുക എന്നത് രാഷ്ട്രീയക്കാരന് ഉണ്ടാകാനേ പാടില്ലാത്ത അഭിപ്രായമാണ്. അതുകൊണ്ട് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ മാർക്കിൽ 50
മാർക്ക് വെട്ടിക്കളഞ്ഞിരിക്കുന്നു സ്വയം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അല്ല, അതിൽ 2 ലക്ഷ്യങ്ങൾ ശശി തരൂരിന് ഉണ്ടാകാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, സംസ്ഥാന രാഷ്ട്രീയത്തിലെ താല്പര്യങ്ങൾ, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ആ താല്പര്യങ്ങൾ ദേശീയ തലത്തിൽ എപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തോട് ഒരു റിബലായി തൽക്കാലം നിൽക്കുക എന്നത് തന്നെയാണ് ശശി തരൂർ കഴിഞ്ഞ കുറച്ച് കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പോയിന്റ് അങ്ങനെ തന്നെ പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈ നിലപാടെടുത്തേ മതിയാകൂ. പക്ഷേ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ മറ്റൊന്നാകാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പാർലമെന്റിൽ പാർട്ടിയുടെ ഒരു നിലപാട് പറഞ്ഞാണ് സ്വാഭാവികമായും അവിടെ എതിർക്കേണ്ടത് ഈ പ്രധാനമന്ത്രിയെ. ആ നിലയ്ക്ക് അവിടെ എതിർത്തിട്ടുണ്ടാവാം ശക്തമായി. അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെ ആയിരിക്കാം അത്. പക്ഷേ പാർട്ടിയുടെ കൂടി നിലപാടായിരിക്കാം. പാർട്ടിയും സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ നരേന്ദ്രമോദി നടത്തുന്ന, പ്രധാനമന്ത്രി നടത്തുന്ന ഇടപെടലുകളെ രാജ്യത്തിൻ്റെ യശസ് കളയുന്നത് എന്ന മട്ടിൽ തന്നെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ട്രംപുമായിട്ടുള്ള ഇടപാടിനെ, ഇസ്രയേലും പലസ്തീനുമായിട്ടുള്ള സംഘർഷത്തിൽ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളോട് ഇദ്ദേഹം പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന സമീപനങ്ങളെയൊക്കെ ശക്തമായി വിമർശിക്കുന്നുണ്ട് കോൺഗ്രസ്. അന്താരാഷ്ട്ര നയങ്ങൾ ശരിയല്ല എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം. ആ അഭിപ്രായം അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ കോൺഗ്രസ് തന്നെ അങ്ങനെ പറയേണ്ടിയിരുന്നോ എന്നുള്ള സംശയമുണ്ട്. കാരണം യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഞാൻ കരുതുന്ന ഒരു വിഷയമാണ് ഈ റഷ്യയുടെ യുക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സ്വീകരിച്ച നിലപാട്. കാരണം 60% ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങൾ നമ്മൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. നമ്മുടെ വലിയ എണ്ണ നമ്മളവിടെ നിന്ന്, ഇന്ധനം നമ്മളവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. മാത്രമല്ല പരമ്പരാഗത ബന്ധമാണ്. എത്രയോ കാലമായി ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വന്നത് മുതൽ റഷ്യയുമായുള്ള ബന്ധം ഏറ്റവും സുദൃഢമാണ്. ഈ പുതിയ കാലത്ത് എന്താണ്, യൂറോപ്പുമായി കൂടുതൽ സഹകരണത്തിൻ്റെ സാധ്യതകൾ നമ്മൾ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഇടപെടൽ എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത്, നരേന്ദ്രമോദിയും ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് റഷ്യയെ ഒരു ഘട്ടത്തിലും വിമർശിച്ചിട്ടില്ല. എല്ലാവരും റഷ്യയെ വിമർശിക്കുമ്പോഴും വിമർശിച്ചിട്ടില്ല. പകരം റഷ്യയോട് പറയുന്നത് എന്താണ്, സമാധാനമാണ് വേണ്ടത്, ഈ ഘട്ടത്തിൽ ഒരു യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ് വേണ്ടത് എന്ന് ഒരു മധ്യസ്ഥൻ്റെ റോൾ എടുത്തുകൊണ്ട് അങ്ങനെ പറയുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. അതിനോട് റഷ്യ ഏതെങ്കിലും തരത്തിൽ മോശമായല്ല പ്രതികരിച്ചത്. മാത്രമല്ല പിന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ സെലൻസ്കി അതിനോട് സെലൻസ്കിക്ക് വലിയ സങ്കടമായി. അദ്ദേഹം പറയുന്നുണ്ട്, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ പോയി ഏറ്റവും വലിയൊരു ഭീകരവാദിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും തൊട്ട് പിന്നാലെ സെലൻസ്കിയുമായിട്ടും വീണ്ടും പോയി സംസാരിക്കുന്നു. അദ്ദേഹത്തിന് ആ റോൾ എടുക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഇന്ത്യയുടെ വിശാലമായ താല്പര്യങ്ങൾക്ക് അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. ആ ഘട്ടത്തിൽ ശശി തരൂരിനെ പോലെ ഒരു ആഗോള പൗരൻ എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന അതൊരു വിശേഷണം. ഇന്നിപ്പോൾ ബ്രിട്ടാസും അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ടാണ് അപ്പോൾ ഈ നിലയ്ക്കുള്ള വിശേഷണമൊക്കെ ഏറ്റുവാങ്ങുന്ന, അതിൻ്റെ ഭാരം പേറുന്ന ശശി തരൂർ എന്ത് ചെയ്തു? ശശി തരൂർ അതിനുശേഷം ഇറങ്ങിയിട്ട് ആലോചിക്കുമ്പോൾ ശരിയാണ്, ഐക്യരാഷ്ട്രസഭയിലൊക്കെ പ്രവർത്തിച്ച ആളാണല്ലോ, ഈ അന്താരാഷ്ട്ര രംഗത്ത് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നൊക്കെ കൂടുതൽ വ്യക്തതയുണ്ടാവും. മാത്രമല്ല വിദേശകാര്യ സഹമന്ത്രിയായി ജോലി ചെയ്ത ആളുമാണല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പിന്നീട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പറയാൻ കഴിയൂ. അവിടെ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നരേന്ദ്രമോദി ഒരു ആഗോള രാഷ്ട്രീയക്കാരനാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതോടെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പ്ലേ ഗ്രൗണ്ട് ലോകമാകപ്പാടെയായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ഇന്ത്യ ഒരു വലിയ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഒരു ആഗോള രാഷ്ട്രീയക്കാരനാണ്. ശശി തരൂർ ആഗോള പൗരനാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും പറയാം. അദ്ദേഹം ആഗോള പൗരനൊക്കെയാണ്. പക്ഷേ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പ്ലേ ഗ്രൗണ്ട് എവിടെയാണ്, പൊളിറ്റിക്കൽ പ്ലേ ഗ്രൗണ്ട് എവിടെയാണെന്ന് അദ്ദേഹം നിശ്ചയിക്കണം. അതായത് അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനാണോ കളിക്കുന്നത്, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്നുകൂടെ കണക്കാക്കിയിട്ട് വേണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാൻ. അങ്ങനെ ഇപ്പോൾ ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് കുറെ കൂടെ വിശാലമായിട്ട് കാര്യങ്ങളെ കാണുമ്പോൾ ചില കാര്യങ്ങൾ പറയാനുണ്ടാകും. പക്ഷേ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട് തന്നെ പറയാവൂ. പണ്ട് ഹർഷൻ ഓർമ്മയില്ലേ, നമ്മുടെ സുകുമാർ അഴീക്കോട് വി എസ് അച്യുതാനന്ദനെ പറ്റി പറഞ്ഞത് എന്താണ്, സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവിയുടെ പരിപാടി ചെയ്യരുത് എന്ന്. അത് രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട തത്വമാണത്. അദ്ദേഹം ആ സുകുമാർ അഴീക്കോട് വി എസ് അച്യുതാനന്ദൻ ആ നിലക്ക് ചീത്ത വിളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിലും അതൊരു പ്രധാനപ്പെട്ട തിയറിയാണ്. അതായത് രാഷ്ട്രീയ നേതാവായിട്ട് നിങ്ങൾ നിൽക്കുകയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ MP ആയിട്ട് പലതവണയായിട്ട് അങ്ങോട്ട് പോയ ആളാണ്. കോൺഗ്രസിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന പരിപാടികളിലേക്ക് അദ്ദേഹം പോകരുത്. പിന്നെ ഇവിടെ ഒരു നേതൃശൂന്യതയുണ്ടെന്ന് അദ്ദേഹം കാണുന്നുണ്ട്. ഇവിടെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല. സതീശൻ ആ നിലക്ക് എത്തിയിട്ടില്ല. KC വേണുഗോപാൽ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് ആരാണ് മുന്നിൽ എന്നത് ഒരു ആശയക്കുഴപ്പമുണ്ട്. അവിടെ കരുണാകരൻ എന്ന് വെച്ചാൽ ഒറ്റ ലീഡറായിരുന്നു, AK ആന്റണി ഒറ്റ ലീഡറായിരുന്നു, ഉമ്മൻചാണ്ടി എന്ന് വെച്ചാൽ ഒറ്റ ലീഡറായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് ഇതാണ് ഞങ്ങളുടെ ലീഡർ എന്ന് പറയാവുന്ന നില ഇവരുടെ എല്ലാം കാലത്തുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു നില കേരളത്തിലില്ല. ആ നേതൃശൂന്യതയിലേക്ക് വന്നിട്ട്
ഈ സംവിധാനത്തിനകത്ത് വലിയ പിടിപാടൊന്നുമില്ലെങ്കിലും ഈ ഒരു ഒരു സ്വീകാരനായിട്ടുള്ള ആൾ, NSSനും മുസ്ലിം ലീഗിനും ഒക്കെ സ്വീകാരനായിട്ടുള്ള ആൾ എന്ന മട്ടിൽ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയാകാനുള്ള ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിൽ നിന്ന് തന്നെ വർത്താനം പറയണം. അല്ലാതെ ഈ പറയുന്ന ഞാൻ ആഗോള പൗരനാണെന്ന് കരുതിയിട്ട് ആഗോള രാഷ്ട്രീയക്കാരനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ലെവലിൽ നിന്നിട്ട് അങ്ങ് സംസാരിക്കാവുന്ന ഇത് തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. അതുകൊണ്ട് കൂടിയാണ് എന്താ കാര്യം എന്നറിയോ, അദ്ദേഹം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഗംഭീരമായ ഒരു മത്സരം കാഴ്ചവെച്ചു. കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മികച്ച വോട്ട് നേടി, അതിന് അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താ ചെയ്യുക? പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിക്കുന്നയാളെ പ്രസിഡന്റ് ആക്കും, രണ്ടാമത് എത്തുന്നയാളെ വൈസ് പ്രസിഡന്റ് ആക്കും, അയാൾക്ക് നല്ല പരിഗണന കൊടുക്കും, അക്കോമഡേറ്റ് ചെയ്യും. ഇത് ശശി തരൂർ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ പന നഷ്ടപ്പെട്ട യക്ഷിയെ പോലെ നടക്കുകയാണ്. അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഇവിടെ KPC ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ ഒരു സ്ഥലം അദ്ദേഹം പരതണം. അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. അത് കോൺഗ്രസ് ദേശീയ നിലപാട് സ്വീകരിച്ചു. സ്വാഭാവികമായിട്ട് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹത്തെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? അത് അദ്ദേഹം കാണിച്ചു തരണ്ടേ? അദ്ദേഹത്തിന് മറ്റു പരിപാടികൾ, ക്രിക്കറ്റ് കളി കാണാനും മറ്റുമൊക്കെ പോകണം. അദ്ദേഹത്തെ എവിടെ പ്ലേസ് ചെയ്യുന്നതും കൂടെ വേണം. അതായത് കേരള രാഷ്ട്രീയത്തിലാണോ അദ്ദേഹം നിൽക്കുന്നത് എങ്കിൽ ഇവിടെ രമേശ് ചെന്നിത്തലയും VD സതീശനും ചെയ്യുന്ന പോലെ കേരള രാഷ്ട്രീയത്തിലെ ദൈനംദിന സംഭവങ്ങൾ അദ്ദേഹം എവിടെയാണുള്ളത്? അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയമാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം, ഇനിയല്ല ദേശീയ തലത്തിലെ രാഷ്ട്രീയത്തിലാണെങ്കിൽ അദ്ദേഹം എവിടെയുള്ളത്? എല്ലാ ദിവസവും അദ്ദേഹത്തെ കാണാനുണ്ടോ? മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം അവിടെ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുകയാണ്, രാഹുൽ ഗാന്ധി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ഇതിനു വേണ്ടി പണിയെടുക്കുകയാണ്, അതിൻ്റെ ഫലം ഉണ്ടാക്കുകയാണ്. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇദ്ദേഹം ഈ ഒരു തവണ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട എതിരാളിയായിട്ടുള്ള CPM-ന് അനുകൂലമായിട്ടുള്ള പ്രസ്താവന നടത്തും. ആ പറഞ്ഞതിൽ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ CPM-ന് അനുകൂലമായിട്ടുള്ള പ്രസ്താവന നടത്തും. വലിയ ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം മാറ്റും. അവിടെ പോയിട്ട് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവന നടത്തും. ഇതിപ്പോൾ അദ്ദേഹം ഹർഷം പറഞ്ഞതുപോലെ ആഗോള തലത്തിൽ കാര്യങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹം തെറ്റായ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ തെറ്റായി പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കിയോ? ആക്കി. സുരേന്ദ്രൻ വന്നിട്ട് ഇതാ കണ്ടില്ലേ, ശശി തരൂരിനെ പോലെ ആഗോള വൈദഗ്ധ്യമുള്ള ഒരാൾ പോലും ഞങ്ങളുടെ നേതാവിനെ പറ്റി പറയുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചർച്ച മാറി. ശശി തരൂർ വിചാരിക്കുന്നത് ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയാണല്ലോ എന്ന് വിചാരിക്കുകയും അദ്ദേഹത്തിലേക്ക് കുറേ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂട്ടിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടിൽ തീയിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണോ, ആ നിലയ്ക്ക് തന്നെയാണോ അദ്ദേഹം ഈ പ്രസ്താവനകളൊക്കെ നടത്തുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും റഷ്യയുമായുള്ള പരമ്പരാഗത ബന്ധത്തിനും യൂറോപ്പുമായുള്ള സഹകരണവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് ഒരു യുദ്ധകാലത്ത് നിഷ്പക്ഷ നിലപാടെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചെയ്തത്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തരൂർ സ്വീകരിച്ച നിലപാട് റഷ്യ വിരുദ്ധമായിരുന്നു. അന്ന് അദ്ദേഹം ഇന്ത്യൻ നിലപാടിനെ വിമർശിക്കുകയും ചെയ്തു. ഇപ്പോൾ നെഹ്റുവിയൻ നോൺ അലൈൻമെൻറ്റ് പോളിസി തരൂർ വൈകി ഓർത്ത് കാണും. ചിലപ്പോൾ മോദി ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ എന്ന് സുരേന്ദ്രൻ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ സകല കുഴപ്പത്തിനും കാരണക്കാരനായി പറയുന്ന നെഹ്റുവിൻ്റെ നിലപാട് തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ തൽക്കാലം വേണമെങ്കിൽ കോൺഗ്രസിനുള്ളൂ എന്നും കരുതാം.